वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्ठिकी कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासदि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ കോടി പ്രണാമം. നമ്മളിന്ന് ഭഗവത് കൃപയാൽ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഉണ്ട്. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളുടെ കൂടെ ചേരാനുള്ളൊരു സാഹചര്യം ലഭിച്ചിട്ടുണ്ട് ഭഗവാന്റെ കൃപയാൽ. അതേമാതിരി നമ്മുടെ പൈതൽ പ്രഭുവിൻ്റെയും ഗോവിന്ദരാജ് പ്രഭുവിൻ്റെ ഒക്കെ കൃപയിൽ നമുക്കും ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ട്. നമ്മളിന്ന് നോക്കുന്നത് 1:5:22 ഈ ശ്ലോകമാണ്. ഇദം ഹി പുംസസ്തപസസ്കൃതസ്യ വാ ശിഷ്ടസ്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോഃ അവിച്യുതോർത്താ കവിഭിർനിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഇദം ഹി പുംസസ്തപസശ്രുതസ്യ വാ शिष्टस्य सूक्तस्य च बुद्धिदत्तयोः अभिच्युदोर्ता कविभिर्निरूपितो यदुत्तमश्लोकगुणानुवर्णनम्. इदं हि पुंसस्तपसश्रुतस्य वा शिष्टस्य सूक्तस्य च बुद्धिदत्तयोः अभिच्युदोर्ता कविभिर्निरूपितो यदुत्तम श्लोक गुणानुवर्णनम्. इदं हि पुंसस्तपसश्रुतस्य वा शिष्टस्य सूक्तस्य च बुद्धिदत्तयोः अभिच्युदोर्ता कविभिर्निरूपितो यदुत्तम श्लोक गुणानुवर्णनम्. हरे कृष्ण. चൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇദം ഹി പുംസാ തപസാ ശ്രുതസ്യ വാ ശിഷ്ടസ്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോ അവിച്യുതോതാ കവിഭിർനിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇദം ഹി പുംസസ്തപസാ ശ്രുതസ്യ വാ ശിഷ്ടസ്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോഃ അവിച്യുതോർത്താ കവിഭിർനിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇദം ഹി പുംസസ്തപസശ്രുതസ്യ വാ ശിഷ്ടസ്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോഃ അവിച്യുതോർത്ത കവിഭിർനിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇദം ഹി പുംസസ്തപസാ ശ്രുതസ്യ വാ ശ്രേഷ്ഠസ്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോഃ
അവിച്ഛിദോക്ത കവിഭിർനിപൂരിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ കലാമദജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇദം ഹി പുംസസ്തവ ശ്രുതസ്യ വാ സൃഷ്ടസ്യ സുപ്തസ്യ ച ബുദ്ധിദത്തയോ അവിച്ഛിദോർത്ഥാ കവിഭിർനരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം ഹരേ നമോ കൃഷ്ണ. വാസുദേവായ. ഇദം ഹി പുംസാസ്തപസാ ശ്രുതസ്യ വാ സൃഷ്ടസ്യ സുസക്തസ്യ ച ബുദ്ധിദത്തയോ അവച്ഛിദോർത്ഥ കവിഭിർനിരൂപിതോ യദുത്തമ ശ്ലോകാനുഗുണാനുവർണ്ണനം. ഹരേ കൃഷ്ണ. ഇതുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഇത് ഉത്തമ ശ്ലോക, അതായത് യദുത്തമ ശ്ലോക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്തമ ശ്ലോക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ സ്വയമാണ്. അതായത് ഭഗവാനെ സെലക്റ്റഡ് ആയിട്ടുള്ള ശ്ലോകങ്ങൾ കൊണ്ട് പ്രകീർത്തിക്കുന്നത് കൊണ്ട് ഭഗവാന് ഉത്തമ ശ്ലോക എന്നൊരു പേരുണ്ട്. അപ്പൊ അവിടെ തെറ്റ് വരുത്തരുത്. യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. ഇദം ഹി പുംസ തപസാ ശ്രുതസ്യ വാ സൃഷ്ടസ്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോ അവിച്ഛുദേർത്താ കവിഭിർനിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇദം ഹി പുംസസ്തപസശ്രുതസ്യ വാ ശിഷ്ടസ്യ സുപ്തസ്യ ച ബുദ്ധിദത്തയോ അവിച്ഛിദോർത്ഥ കവിഭിർനിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒരാൾ ആ വേർഡ് ടു വേർഡ് മീനിങ്ങും ട്രാൻസ്ലേഷനും പെർഫെക്റ്റും ഒന്ന് വായിച്ചോളൂ. അതായത് വേർഡ് ടു വേർഡ് മീനിങ്, വിവർത്തനം, ഭാവാർത്ഥം, അതൊന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇദം ഹി പുംസ തപസാ ശ്രുതസ്യ വാ സൃഷ്ടസ്യ സുക്തസ്യ ച ബുദ്ധിദത്തയോഃ അവിച്ഛുദോർത്ഥ കവിഭിർനിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഇദം ഇത് ഹി നിശ്ചയമായും പുംസഹ ഏവരുടെയും തപസ്യഃ തപസ്യ മാർഗമാക്കി ശ്രുതസ്യ വേദ അധ്യായം മാർഗമാക്കി വാ അഥവാ സൃഷ്ടസ്യ പരിത്യാഗം സുക്തസ്യ ആത്മീയ വിദ്യാഭ്യാസം ച ബുദ്ധി ജ്ഞാന സംസ്കാരം ദത്തയോഃ ഭൂതയ അവിച്യുതഃ അപ്രമാദഗതിയായ തെറ്റുവരാൻ സാധ്യതയില്ലാത്ത അർത്ഥഃ താത്പര്യം കവിഭിഃ അംഗീകൃത വിജ്ഞാനിയാൽ നിരൂപിതഃ നിർണയിച്ചിരിക്കുന്നു. യൽ എന്ത് ഉത്തമ ശ്ലോക ശ്രേഷ്ഠ കാവ്യങ്ങളാൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന ഭഗവാൻ ഗുണ അനുവർത്തനം അതീന്ദ്രിയ ഗുണങ്ങളുടെ വർണ്ണനകളെ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കീ ജയ്. പണ്ഡിത വൃത്തങ്ങൾ സംശയാതീതമായി നിർണയിച്ചിരിക്കുന്നത് എന്തെന്നാൽ തപസ്യകൾ, വേദ അധ്യയനം, പരിത്യാഗം, ശ്ലോക പാരായണം, ഭൂതദയ എന്നീ വിജ്ഞാന വികാസത്തിന്റെ അപ്രമാദഗതിയായ ഉദ്ദേശ്യം
ശ്രേഷ്ഠ കാവ്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭഗവാന്റെ അതീന്ദ്രിയ വർണ്ണനകളുടെ പരമകാഷ്ഠ പ്രാപിക്കുകയാണ്. കല, ശാസ്ത്രം, തത്വശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, മനഃശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രം തുടങ്ങിയവയുടെ പാണ്ഡിത്യ വികാസത്തിനായി മാനവ ചിന്താതത്വം ആവിഷ്കരിച്ചിരിക്കുന്നു. അത്തരം സജ്ഞാന സംസ്കാരത്താൽ മാനവ സമൂഹം ജീവിതത്തിന്റെ പരിപൂർണത പ്രാപ്തമാക്കുന്നു. ഈ ജീവിത പരിപൂർണത പരമസത്തായ പരമഭഗവാനായ വിഷ്ണു സാക്ഷാത്കാരത്തിന്റെ പരമകോടി പ്രാപിക്കുന്നു. ആകയാൽ പാണ്ഡിത്യത്തിൽ യഥാർത്ഥമായി വികാസം പ്രാപിച്ചവർ വിഷ്ണു സേവനത്തിൽ ഔന്നത്യ തൃഷ്ണ കാട്ടണമെന്ന് ശ്രുതി നിർദ്ദേശിക്കുന്നു. നിർഭാഗ്യവശാൽ വിഷ്ണുമായയുടെ ബാഹ്യ സൗന്ദര്യത്തിൽ അനുരക്തരായ വ്യക്തികൾ വിഷ്ണുവിനെ ആധാരമാക്കിയുള്ള പരിപൂർണതയെ ഗ്രഹിക്കുന്നില്ല. ക്ലേശഭരിതവും അനിത്യവുമായ ഇന്ദ്രിയ ആസ്വാദനമാണ് വിഷ്ണുമായ. വിഷ്ണുമായയുടെ കെണിയിൽ അകപ്പെട്ടവർ വിജ്ഞാന വികാസം ഇന്ദ്രിയ ആസ്വാദനത്തിനായി വിയോഗിക്കുന്നു. ഭഗവാന്റെ ഭാവനാതീതമായ ശക്തികളാൽ സൃഷ്ടിപരമായ ആവിഷ്കാരങ്ങളുടെ പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങളാൽ ഭഗവാൻ ചലനാവസ്ഥയിൽ വർത്തിക്കുകയാൽ വിശ്വപ്രപഞ്ചത്തിന്റെ സർവ പരിച്ഛദങ്ങളും ഭഗവാനിൽ നിന്നും ഭഗവാന്റെ വിഭിന്ന ശക്തികളിൽ നിന്നും നിർഗമിച്ചവയാണെന്ന് ശ്രീ നാരദമുനി വിശദീകരിച്ചു. അവ ഭഗവാന്റെ ശക്തിയിൽ നിന്നും ആവിർഭവിച്ചവയും ഭഗവാനിൽ കുടികൊള്ളുന്നവയും ഉന്മൂലനത്തിനു ശേഷം അവ ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുകയുമാണ്. ആകയാൽ യാതൊന്നും ഭഗവാനിൽ നിന്നും ഭിന്നമല്ല. അതേസമയം ഭഗവാൻ സദാ അവയിൽ നിന്നും ഭിന്നനാണ്. ജ്ഞാനവികാസം ഭഗവത് സേവനത്തിനായി വിനിയോഗിക്കുമ്പോൾ സമ്പൂർണ്ണ പ്രവർത്തനവും പരിപൂർണമായി തീരുന്നു. പരമ ദിവ്യോത്തമ പുരുഷനും ഭഗവാന്റെ നാമ രൂപ ഗുണ ലീലാദികളും ഭഗവാനിൽ നിന്നും അഭിന്നങ്ങളാണ്. ആകയാൽ കല, ശാസ്ത്രം, തത്വശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, മനഃശാസ്ത്രം എന്നീ പ്രമേയങ്ങളും മറ്റു സർവ വിജ്ഞാന ശാസ്ത്ര ശാഖകളും നിശ്ചയമായും പൂർണമായും നിർവിശേഷമായും ഭഗവത് സേവനത്തിൽ വിനിയോഗിക്കണമെന്ന് സർവ സന്യാസിമാരും ഭഗവത് ഭക്തന്മാരും നിർദ്ദേശിക്കുന്നു. കല, സാഹിത്യം, കാവ്യം, ചിത്രകല തുടങ്ങിയവയൊക്കെ ഭഗവാനെ പ്രകീർത്തിക്കാൻ ഉപയോഗപ്പെടുത്താം. കാൽപ്പനിക കഥാകൃത്തുകൾ, കവികൾ, വിശ്രുത സാഹിത്യകാരന്മാർ എന്നിവരൊക്കെ സാധാരണയായി ഇന്ദ്രിയഗത വിഷയങ്ങളെ രചിക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്നു. എന്നാൽ ഭഗവത് സേവനത്തിൽ തിരിച്ചുവിടുകയാണെങ്കിൽ അവർക്ക് ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ വിവരിക്കാൻ കഴിയും. വാൽമീകി ശ്രേഷ്ഠനായ കവിയായിരുന്നു. അതേപോലെ വ്യാസദേവൻ മഹാനായ രചയിതാവായിരുന്നു. മാത്രവുമല്ല അവർ ഇരുവരും ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളെ പരിപൂർണമായി വർണ്ണിക്കുന്നതിൽ സ്വയം വ്യാപ്തരായി. അപ്രകാരം ഭഗവത് രചനയിൽ സദാ നിരതരാകയാൽ അവർ ഇരുവരും അനശ്വരരായി. അതേപോലെ ശാസ്ത്രത്തെയും തത്വശാസ്ത്രത്തെയും ഭഗവത് സേവനത്തിനായി വിനിയോഗിക്കണം. ഇന്ദ്രിയ സംതൃപ്തിക്കായി ചിന്താപരമായ ശുഷ്ക തത്വങ്ങൾ അവതരിപ്പിക്കുന്നതിൽ യാതൊരു പ്രയോജനവും ഇല്ല. തത്വദർശനത്തെയും ശാസ്ത്രത്തെയും ഭഗവത് യശസ് സ്ഥാപിക്കാനായി നിശ്ചയമായും നിരതമാക്കണം. വിജ്ഞാന മാധ്യമത്തിലൂടെ നിരപേക്ഷ സത്യത്തെ മനസ്സിലാക്കാൻ പുരോഗമനോന്മുഖരായ വ്യക്തികൾ ഉത്സുകരാണ്. ആകയാൽ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ഭഗവത് അസ്തിത്വത്തെ തെളിവ് മൂലം സ്ഥാപിക്കാൻ ഒരു മഹാശാസ്ത്രജ്ഞൻ നിശ്ചയമായും ഉദ്യമിക്കണം. സൈദ്ധാന്തിക വീക്ഷണങ്ങളെ പരമസത്യത്തെ സചേതനവും സർവശക്തനുമായി സുസ്ഥാപിക്കാൻ നിശ്ചയമായും വിനിയോഗിക്കണം. അതേപോലെ വിജ്ഞാനത്തിന്റെ മറ്റെല്ലാ ശാഖകളെയും ഭഗവത് സേവനത്തിൽ സദാ നിയുക്തമാക്കണം. ഭഗവത്ഗീതയിലും ഇതേ വസ്തുത ഉറപ്പായി പ്രസ്താവിച്ചിരിക്കുന്നു. ഭഗവത് സേവനത്തിൽ നിയുക്തമാകാത്ത സർവ വിജ്ഞാനവും അജ്ഞതയാകുന്നു. മനോമുഖമായ പാണ്ഡിത്യത്തിന്റെ യഥാർത്ഥ വിനിയോഗം ഭഗവത് മഹാത്മ്യങ്ങളെ സുസ്ഥാപിക്കുകയാകുന്നു. മാത്രവുമല്ല യഥാർത്ഥ പൊരുൾ അതുതന്നെയാണ്. ഭഗവത് സേവനത്തിൽ നിയുക്തമായ ശാസ്ത്രീയ ജ്ഞാനവും സമാനമായ സർവകർമ്മങ്ങളും പരമാർത്ഥത്തിൽ ഹരി കീർത്തനമാകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് മാതാജി. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം
സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമയ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാംബിതാംശ്ച ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. ഹരേ കൃഷ്ണ. സോ നമ്മളൊന്ന് നോക്കുന്നത് 1:5:22 വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. തീർച്ചയായിട്ടും ശ്രീമദ് ഭാഗവതത്തിലെ 18,000 ശ്ലോകങ്ങളും ശ്രേഷ്ഠമായത് തന്നെയാണ്. പക്ഷേ ചില ശ്ലോകങ്ങള് നമ്മളെ ഒരുപാട് ഭക്തിയിലേക്ക്, അതായത് ഭക്തി ചെയ്യുന്നതിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ എന്താണ് പറയണത്? ഇദം ഹി പുംസഃ തപസസ്സുതസ്യ വാ ശിഷ്ടസ്യ സുപ്തസ്യ ച ബുദ്ധിദത്തയോ അവിച്ഛുതോർത്ഥ കവിരേ നിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഇത് എന്തെടുത്തു കഴിഞ്ഞാലും, അതായത് നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും അത് ഉത്തമ ശ്ലോകയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള പണ്ഡിതന്മാര് അല്ലെങ്കിൽ പണ്ഡിത ശ്രേഷ്ഠന്മാര് പറഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് അറിവ് ലഭിക്കണം, നമ്മൾ തപസ്യ ചെയ്യാറുണ്ട്, നമ്മൾ വേദങ്ങൾ പഠിക്കാറുണ്ട്, നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാറുണ്ട്, പിന്നെ നമ്മൾ വേദമന്ത്രങ്ങൾ ഉരുവിടാറുണ്ട്, അതേമാതിരി നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭഗവാനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഭൗതിക ആസക്തിയുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഭൗതിക ആസക്തിയിൽ തന്നെയായിരിക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നിങ്ങളെല്ലാവരും ഭക്തന്മാരാണ്. ഈ ഭക്തന്മാര് തിരുപ്പതിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്താണ്? ഭഗവാനെ ഭക്തി തരണേ എന്നാണ് പ്രാർത്ഥിക്കുക. കഷ്ടങ്ങളുണ്ട് ജീവിതത്തില്. നമ്മുടെ കഷ്ടങ്ങള് ഇത് വേറൊരാളും നമുക്ക് തന്നിരിക്കുന്ന കഷ്ടങ്ങളല്ല. ഈ കഷ്ടങ്ങളെല്ലാം നമ്മുടെ പൂർവജന്മ കർമ്മഫലമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ, അണ്ടർലൈൻ ചെയ്തോളൂ, നമ്മള് അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് മറ്റൊരാളും ഹേതുവല്ല, ഒരു വ്യക്തിയും ഹേതുവല്ല. നമ്മുടെ പൂർവ കർമ്മ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം. അപ്പൊ ഈ കാരണങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കഷ്ടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കഷ്ടങ്ങളെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ പാദാരവിന്ദങ്ങളില് പൂർണ്ണമായി ശരണം പ്രാപിക്കണം. ഇപ്പൊ നമ്മുടെ കഷ്ടങ്ങൾ, ഇപ്പൊ നമ്മൾ ചിലവര് പറയാറുണ്ട് അവര് കാരണം എനിക്ക് നഷ്ടം സംഭവിച്ചു. അവരല്ല കാരണം. കാരണം നമ്മുടെ കർമ്മമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോടും ഒരു തരത്തിലുള്ള ദേഷ്യവും അതേമാതിരി വിദ്വേഷവും ഒന്നും ഉണ്ടാവില്ല.
നമ്മളിത് മനസ്സിലാകാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആളുകള് മറ്റുള്ളവരെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മറ്റുള്ളവരെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കോളൂ, എന്റെ കൈ നോക്കൂ. ഒരു വിരലാണ് നമ്മള് ഒരാളെ കാണിക്കുന്നത്, അല്ല ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുക ഒരാളെ, അദ്ദേഹം കാരണമാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന്. പക്ഷേ ഈ ഒരു വിരല് ഒരാളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബാക്കി നമ്മുടെ 3 വിരലുണ്ട്. ഈ 3 വിരലും നമ്മളെ തന്നെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതെന്താണ് അർത്ഥം? അതായത് അവരേക്കാ നീചാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു കൈയാണ് അവിടെ ചൂണ്ടുന്നതെങ്കിൽ 3 വിരൽ നമ്മളെ ചൂണ്ടുവാണ്. നമ്മളോട് പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒന്നുകൂടെ നന്നാവ്, നിനക്ക് നിന്റെ ജീവിതം, അതായത് നിന്റെ ജീവിതത്തെ ഒന്നുകൂടി ഇംപെർഫെക്ഷൻ ചെയ്യാൻ നോക്ക് എന്നാണ് പറയണത്. ഇപ്പൊ നമ്മള് ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് അല്ലെ. ധനശാസ്ത്രമുണ്ട്, ഭൗതിക ശാസ്ത്രമുണ്ട്, പിന്നെ ഗണിതശാസ്ത്രമുണ്ട്, ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. ഈ ശാസ്ത്രാധ്യയനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രകീർത്തിക്കുക എന്നാണ്. അപ്പൊ നമ്മളെല്ലാവരും മ്യൂസിക് വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാവർക്കും സംഗീതം ഇഷ്ടമാണ്, കേൾക്കാൻ ഇമ്പമാണ്. പക്ഷേ ഇതില് ഈ ഓരോരോ വാക്കുകളും സംഗീതത്തില് സരിഗമ പദനിസ, ഈ വാക്കുകൾ ഓരോന്നും ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ്. അത് ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതായത് ഭഗവാന് വേണ്ടിയിട്ട് ആ വാസനയെ നമ്മൾ ഉപയോഗിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഒരു മാതാജി, 2-3 മാതാജീസ് ഒക്കെ നന്നായിട്ട് പാടുന്നവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചരണഗംഗ ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു മ്യൂസിക്. അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്നാണ് പറയണത്? ഭഗവാനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്നാണ് പറയണത്. നമ്മുടെ ജീവിതം യാഥാർത്ഥ്യം, അതായത് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ, പ്രത്യേകിച്ച് ഭക്തന്മാർക്ക് എല്ലാവരുടെയും ജീവിത ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഭൗതിക സുഖത്തിലിരിക്കുന്ന ആളുകള് അവര് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവര് ഭഗവാനെ ഒരു എന്താണ് പറയണത്, തന്റെ ജീവിതത്തിൽ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല സദാസമയം. അവർക്ക് എപ്പോഴാണ് ആവശ്യം ആ സമയത്ത് ഭഗവാനെ വിളിക്കുന്നു, ഭഗവാന്റെ ഫേവർ വാങ്ങിക്കുന്നു, അതിനുശേഷം ഭഗവാനെ മറന്നു പോകുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭൗതിക വാസന കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ്. പക്ഷെ ഭക്തന്മാർക്ക് അങ്ങനെയല്ല. ഭക്തന്മാര് സദാസമയം ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ. സതതം, ഓൾവേസ്, എല്ലായ്പ്പോഴും സതതം കീർത്തയന്തോ മാം, അതായത് ആരാണോ സദാസമയം എന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ, ഭക്തിപൂർവം എനിക്ക് ആരാണ് നമസ്കാരം ചെയ്യുന്നത്, നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ, അങ്ങനെ അവർ സദാസമയം എന്നെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. ആ ഭക്തന്മാര് ഭഗവാന് വളരെ വേണ്ടപ്പെട്ടവരാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ചിലവര് വിഷ്ണുമായയുടെ ഇതുകൊണ്ട്, അതായത് വിഷ്ണുമായയുടെ പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ വിഷ്ണുമായയിൽ ആകൃഷ്ടരായിട്ട്
അവര് ഭക്തിയിൽ നിന്നും ദൂരേക്ക് പോകുന്നു. അവർക്ക് ഭക്തി ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോ ഈ വിഷ്ണുമായയിലുള്ളവര്, അല്ലെ വിഷ്ണുമായയിൽ അകപ്പെട്ടിരിക്കുന്നവര്, അവര് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും അവരിയ്ക്കുന്നത്. പക്ഷെ ഭക്തന്മാര് സദാസമയം ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. അവര് ഭഗവാനെ കുറിച്ചിട്ട് പാടിക്കൊണ്ടേയിരിക്കും. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചൈതന്യ ചരിതാമൃതത്തില് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയാണ് നമുക്ക് ചൈതന്യ ചരിതാമൃതം തന്നിരിക്കുന്നത്. ഈ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എന്താണ് ചൈതന്യ ചരിതാമൃതത്തില് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ ആണ്, ഭഗവാന്റെ നിർദ്ദേശമാണ്. എന്താണത്? ജാരേ ദേഖോ താരേ കഹോ കൃഷ്ണ ഉപദേശ്. എവിടെ പോയാലും ആരെ കണ്ടാലും ഭഗവാന്റെ ഉപദേശം പറഞ്ഞു കൊടുക്കുക. അണ്ടർലൈൻ ചെയ്തോളൂട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഉപദേശമല്ല നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളെല്ലാവരും പോയി കഴിഞ്ഞാൽ വിചാരിക്കും ഞാനൊന്ന് ഉപദേശിക്കട്ടെ എന്ന്. ആരാ നിങ്ങള്? നമ്മൾ ആരുമല്ല. നമ്മൾ അവിടെ ഉപദേശിച്ചു കൊടുക്കേണ്ടത് കൃഷ്ണന്റെ ഉപദേശങ്ങളാണ്, ശ്രീമദ് ഭഗവത്ഗീതയാണ്. അല്ലെങ്കിൽ ഭഗവാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾ ഉപദേശിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഉപദേശിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഗുരുപരമ്പരയിൽ കണക്ട് ആകുന്നത്. എന്തുകൊണ്ടാണ് ആചാര്യന്മാര്, അതായത് നമ്മൾ പറയുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ശീലപ്രഭുപാദ് അദ്ദേഹത്തിന്റെ ഗുരുനാഥനിൽ നിന്നും എന്ത് കേട്ടോ അതാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ആ കടമയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും. നമ്മൾ ആരെങ്കിലും ഭഗവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഭഗവാൻ എന്താണോ പറഞ്ഞ് അത് പറഞ്ഞു കൊടുക്കുക. അവിടെ നിങ്ങളുടെ ഉപദേശം ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ വലിയ ആളാണ്, ഞാൻ ഉപദേശിക്കട്ടെ ഒന്ന്. വേണ്ട, നിങ്ങളുടെ ഉപദേശത്തിന് ഒരു വാല്യൂവും ഇല്ല. ഭഗവാന്റെ ഉപദേശം, അതായത് ഭഗവാൻ എന്ത് പറഞ്ഞോ അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ഉപദേശത്തിനാണ് വാല്യൂ ഉള്ളത്. അപ്പോ ഈ ഉപദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകള്, തീർച്ചയായിട്ടും ഭഗവത് കൃപയിൽ നിങ്ങളെ മാതിരിയുള്ള കുറെ ഭക്തന്മാരുണ്ട്. അവരെല്ലാവരും ഭഗവാന്റെ ഉപദേശം സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരാണ്. റിസപ്റ്റീവ് മോഡ് എന്ന് പറയും അതിന്. റിസപ്റ്റീവ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മനസ്സിന്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും ഭഗവത് ചിന്ത, ഭഗവാനെ കുറിച്ച് എന്താണോ പറയുന്നത് അത് സ്വീകരിക്കുക എന്നുള്ള മനോഭാവത്തോടു കൂടി ആരാണോ ഇരിക്കുന്നത്. അല്ല, ചിലവര് നമ്മൾ പറയുന്നതിനെ ഈ പ്രഭുവിന് വേറെ ജോലിയൊന്നുമില്ല, ഭഗവാനെ കുറിച്ച് സദാസമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ ഒരു ചിന്തയിലിരിക്കുന്നവരുണ്ട് നമ്മൾ. അതിന് റിസപ്റ്റീവ് മോഡ് എന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ സ്വീകരിക്കുന്ന ആ രീതിയിലിരിക്കണം. ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിലാണെന്ന് വെച്ചാൽ മൊബൈൽ ഇതിലാണ്, അല്ല സൂം എന്ന് പറഞ്ഞ ഒന്നിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സൂം എന്ന് പറഞ്ഞത് പൈതൽ പ്രഭു അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു ID ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, എന്നിട്ട് നമ്മളെല്ലാവരും അത് റിസപ്റ്റീവ് മോഡില് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോ സദാസമയവും ഭക്തന്മാരുടെ മൂഡ് അത് റിസപ്റ്റീവ് മൂഡായിരിക്കണം. അതായത് സ്വീകരിക്കാനുള്ള ചിന്തയോടുകൂടി ഇരിക്കണം എന്നർത്ഥം. തെറ്റില്ലാത്ത മനുഷ്യരില്ല. അതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് പ്രോവർബ് കൂടെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എർ ഈസ് ഹ്യൂമൻ എന്ന് പറയും. ടു എർ ഈസ് ഹ്യൂമൻ.
പ്രഭുപാദ എല്ലായിടത്തും ഇങ്ങനെ ചിലപ്പോൾ കൂട്ടിയുന്നത് കാണാം. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവനാണ്. പക്ഷെ ആ തെറ്റിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ തെറ്റല്ല കണ്ടുപിടിക്കേണ്ടത്, അവരുടെ ഗുണങ്ങൾ കണ്ടുപിടിക്കണം. നമ്മൾ നിങ്ങളിൽ ഓരോരുത്തരിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മള് ഒരു വ്യക്തിയിലും തെറ്റ് കാണില്ല എന്ന് കരുതി അവര് തെറ്റ് ചെയ്യുന്നുണ്ട് അതിനെ പുകഴ്ത്തി പറയണം എന്നല്ല പറയണത്. ആരാണോ തെറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾക്ക് തിരുത്താൻ സാധിച്ചേക്കില്ല. കാരണം നിങ്ങൾ അതിന് അതോറിറ്റി അല്ല. നമുക്കൊരു അതോറിറ്റി ഉണ്ട്. ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാല് എന്നെ തിരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അതോറിറ്റി ഉണ്ട്. അവർക്ക് എന്നെ വിളിച്ചിട്ട് പറയാം, പ്രഭു ചെയ്യുന്നത് തെറ്റാണ്, ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാനുള്ള ഒരു പക്വത നമുക്കുണ്ടാവണം. നേരെ മറിച്ച് നിങ്ങൾ എന്നോട് പറയണം പ്രഭു ചെയ്തതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒഫൻസ് ആയിട്ട് തീരും. ഞാൻ ചെയ്യുന്നതും നിങ്ങൾ ചെയ്യുന്നതും ആര് ചെയ്താലും അതൊരു വൈഷ്ണവ അപരാധമായിട്ട് തീരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു ഭക്തൻ ചില തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ആ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെതായിട്ടുള്ള അതോറിറ്റിയോട് അപ്ഡേറ്റ് ചെയ്യും. പ്രഭു ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഈ പ്രഭുവിന്റെ പ്രവൃത്തിയിൽ ചില പ്രശ്നങ്ങളുണ്ട്, എങ്ങനെ ആ പ്രഭുവിനെ പെർഫെക്റ്റ് ആക്കിയിട്ട് നിർത്താം, അല്ലെങ്കിൽ ആ പ്രഭുവിനെ എങ്ങനെ നമുക്ക് സഹായിക്കാം ഭക്തിയിൽ മുന്നേറാൻ വേണ്ടിയിട്ട്. ഈ ചിന്തയോട് കൂടിയിട്ടായിരിക്കണം നമ്മുടെ അതോറിറ്റീനെ അറിയിക്കുന്നത് കൂടി. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഭക്തിയിൽ മുന്നേറാൻ വേണ്ടിയിട്ടാണ്. അവരവിടെ ഇടിച്ചു താഴ്ത്താനോ അവരതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഇതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ശ്രമിക്കുന്നത്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തന്മാർ ശ്രമിക്കുന്നതെന്ന് അർത്ഥം കേട്ടോ. അപ്പോ തെറ്റ് മനുഷ്യ സഹജമാണ്. ആ തെറ്റുകളെ പോയിന്റ് ഔട്ട് ചെയ്യാതെ അവരെല്ലാം നല്ല ഗുണങ്ങളെ മാത്രം നമ്മൾ കാണാൻ ശ്രമിക്കുക. അങ്ങനെ കാണാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളിലെ ഗുണങ്ങളെ മറ്റുള്ളവരും കാണും. അപ്പോ നമ്മുടെ ഈ ഗുണങ്ങളെല്ലാം നമുക്ക് ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നമുക്ക് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. ജീവാത്മാവിന്റെ ഈ ഗുണങ്ങളെല്ലാം ഭഗവാനിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ് എന്ന് കരുതി ചീത്ത ചെയ്യുന്നത് ഇതും ഭഗവാനെയാണ്, അപ്പൊ ഞാൻ നിവാസങ്ങൾ ചെയ്യാം, ഇത് ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല, അത് തെറ്റാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാവരും ചേർന്നുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ശ്ലോകമുണ്ട്, അതൊന്ന് മെഡിറ്റേറ്റ് ചെയ്തോളൂ. 3-ാമത്തെ സ്കന്ധത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകമാണ്. സദാം പ്രസംഗാം മമ വീര്യ സംവിദോ ഭവന്തി ഹൃത്കർണരസായനാകതഃ തജ്ജോഷണാദസ്വപവർഗവത്മനി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. എന്താണ് ഇവിടെ പറയണത്? സദാം പ്രസംഗാം മമ വീര്യ സംവിദോ. നമ്മള് ഭക്തന്മാരുടെ കൂട്ടത്തിലിരുന്നു കൊണ്ട് ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യണം. ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കാതുകൾക്ക് അമൃത മാതിരിയാണ്. സദാം പ്രസംഗാം മമ വീര്യ സംവിദോ തജ്ജോഷണാദ സ്വപവർഗവർത്മനി. ഇങ്ങനെ ഭഗവത് ഭക്തന്മാരുടെ സംഘത്തില് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മളിൽ ഭക്തി, ശ്രദ്ധ, രതിർ ഭക്തിർ അനുക്രമിഷ്യതി. പതുക്കെ പതുക്കെ നമ്മളില് വിശ്വാസം, ശ്രദ്ധ, രതിർ എന്ന് വെച്ച് കഴിഞ്ഞാല് ആഗ്രഹം പതുക്കെ പതുക്കെ നമ്മളിലുണ്ട്. അതായത് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ആഗ്രഹങ്ങള് നമ്മുടെ ഹൃദയത്തിൽ
ഉദിക്കും. നമുക്കതാണ് വേണ്ടത്, വേറെ നമുക്കൊന്നുമില്ല. നമ്മുടെ ജീവിതം ക്ഷണികമാണ്. ഈ ക്ഷണികമായിട്ടുള്ള ജീവിതത്തില് നമുക്ക് എന്താണ് ആവശ്യം? ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമുണ്ട്. ഈ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഭഗവത് ഭക്തന്മാരിലൂടെയാണ് ലഭിക്കുന്നത്. നമ്മൾ ഭഗവാന്റെ കൃപ സ്വീകരിക്കാൻ ഡയറക്റ്റായിട്ട് ഭഗവാന്റെ കൃപ ഡയറക്റ്റായിട്ട് സ്വീകരിക്കാൻ നമുക്ക് അതിനുള്ള പവർ ഇല്ല. ആ പവറ് ഭഗവാന്റെ ഉത്തമ ഭക്തന്മാർക്കേ ഉള്ളൂ. ആ ഉത്തമ ഭക്തന്മാരിലൂടെ ആ കൃപ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പൊ അങ്ങനെ, അതായത് ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്നുണ്ട്, ഞാൻ ഭഗവാനെ ഭജിക്കുന്നുണ്ട്, ഞാൻ ഭഗവാന്റെ പൂജ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ എന്നും ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞാൻ ഗുരുവായൂർ ആഴ്ചയിൽ ഒരു ദിവസം പോകാറുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് എന്താ ഭഗവാനെ കണ്ടിട്ട് ഞാൻ അവിടെ ശിവേലി തൊഴുന്നു, ശിവേലി തൊഴുതിട്ട് ഞാൻ അവിടെ വിളക്കുകൾ കത്തിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. പക്ഷേ ആ ദിവസം കഴിഞ്ഞാല് പിന്നെ നമ്മള് അവിടേക്കില്ല. പിന്നെ അടുത്ത പ്രാവശ്യം അടുത്ത മാസം 1-ാം തീയതി പോകുന്നു, വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതല്ല, നമ്മൾ സദാസമയം ഭഗവത് ചിന്തയിലിരിക്കണം. അതാണ് ഭക്തന്റെ ഗുണങ്ങള്. സദാസമയവും അങ്ങനെ സദാസമയം ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്വാ കലേവരം യാ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. അപ്പൊ നമ്മളിങ്ങനെ സദാസമയം ഭഗവാനെ സ്മരിക്കുന്നതിന്റെ ഫലമായിട്ട് അന്ധകാലത്തില് നമുക്ക് ഭഗവാനെ കുറിച്ചിട്ട് സ്മരിക്കാനുള്ള കഴിവ് ലഭിക്കും. അല്ലെങ്കിൽ അത് കിട്ടില്ല. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു വളരെയധികം ദുഃഖമുള്ള ഒരു വാർത്ത. അതായത് ഹിസ് ഹോളിനെസ് ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജ്, അദ്ദേഹം ശ്രീല പ്രഭുപാദിന്റെ ഒരു സീനിയർ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും വളരെയധികം സീനിയർ ആയിട്ടൊരു ഭക്തനായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഭക്തൻ തന്നെയാണ് കേട്ടോ. ആയിരുന്നു എന്ന് പറഞ്ഞത് എന്റെ തെറ്റാണ്. ഒരു ഉത്തമ ഭക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വിഗ്രഹ സേവ, ഭഗവാന്റെ വിഗ്രഹത്തിനെ സേവിക്കുന്നത് വളരെ ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. അദ്ദേഹം എവിടെ പോയി കഴിഞ്ഞാലും, അതായത് ഏത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും അപ്പൊ തന്നെ അന്ന് രാവിലെ, അതായത് ആ ദിവസം അദ്ദേഹം ഏതെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിൽ അന്ന് മംഗളാരതി ചെയ്തിരിക്കും. എവിടെ പോയി കഴിഞ്ഞാലും ആരതി ചെയ്യാൻ അദ്ദേഹം ഉണ്ടായിരിക്കും. ഒരു ദിവസം കൂടി അതിനെ മിസ് ചെയ്തിട്ടില്ല അദ്ദേഹം. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് കൂടി ആരതി ചെയ്യുന്നത്, അദ്ദേഹം ഉറക്കത്തിൽ കൂടി അദ്ദേഹം ആരതി ചെയ്യുന്നത് കാണാൻ സാധിക്കും നമുക്ക്. അദ്ദേഹം ഉറങ്ങിക്കിടക്കുകയാണ്, പക്ഷെ അദ്ദേഹം കൈ ഇങ്ങനെ ആരതി ചെയ്യുന്നത്, അതായത് വിളക്ക് കാണിക്കുന്നതും പൂ കാണിക്കുന്നതും എല്ലാം അദ്ദേഹത്തിന്റെ ഉറക്കത്തിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ആ ഭക്തി ഇങ്ങനെ കൂടിക്കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നവവിധ ഭക്തിയില് നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രവണം, കീർത്തനം, വിഷ്ണോർ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം. അപ്പൊ ഇത് നവവിധ ഭക്തിയാണ്. ഈ നവവിധ ഭക്തിയിലെ ഒരു അംഗമാണ് വിഗ്രഹാരാധന എന്ന് വെച്ച് കഴിഞ്ഞാല്. അത് നമ്മൾ എന്നും രാവിലെ പാടുന്നുണ്ട്. ശ്രീ വിഗ്രഹാരാധന നൃത്യനാന ശൃംഗാര തന്മന്ദിരമർജനാദോ. ഇത് നമ്മളെന്നും മംഗളാരതിക്ക് പാടുന്ന ഒന്നാണ്. അതായത് 3-ാമത്തെ ശ്ലോകമായിട്ട് വരുന്നത്. സംസാരതാവ പാടിക്കഴിഞ്ഞ് വരുമ്പോൾ അതില്
ശ്രീവിഗ്രഹാര ധനനൃത്യനാനോ ശൃംഗാര തന്മന്ദിരമർജനാദി. അപ്പോ ശ്രീവിഗ്രഹാരാധന, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ ആ മൂർത്തിയുടെ സേവനം, അതാണ് ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഭക്തൻ, അതായത് ഹിസ് ഹോളിനസ് ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജ്, അദ്ദേഹത്തിന്റെ ഉറക്കത്തിൽ പോലും ഭഗവാന് അർച്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭഗവാന്റെ വിഗ്രഹത്തിനെ സേവിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ ഭക്തി, അതിന്റെ ഫലമായിട്ടാണ്. അതായത് ഭഗവാന് സദാസമയം ആ മൂഡിലിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് 24 മണിക്കൂറും ആ ചിന്തയിലിരിക്കാൻ കാരണം. അദ്ദേഹം പെർഫെക്റ്റ് മാനേജറാണ്. പെർഫെക്ഷൻ അതിന്റെ പരമകോടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ചെറിയ, അതായത് അദ്ദേഹത്തിന് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാല് വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അത് ചെയ്തിരിക്കും. ശ്രീല പ്രഭുപാദന്റെ നിർദ്ദേശാനുസരണം ഹിസ് ഹോളിനസ് ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജ്, അദ്ദേഹം ലണ്ടനിലായിരുന്നു, അവിടെയാണ് പഠിച്ചത്. ഈവൻ അദ്ദേഹം ഡൽഹിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എല്ലാം ഡൽഹിയിലാണ് അദ്ദേഹം കഴിച്ചത്. അതിനുശേഷം അദ്ദേഹം ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്പോട് കൂടിയിട്ട്, ഫ്രഞ്ച് ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പോട് കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ലണ്ടനിലേക്ക് പോകുകയാണ്. അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ 24-ാമത്തെ വയസ്സില് ശ്രീല പ്രഭുപാദനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ശ്രീല പ്രഭുപാദന് വേണ്ടിയിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വരുമാനമെല്ലാം ശ്രീല പ്രഭുപാദന് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹം ഒരു ഫുൾ ടൈം ഡിവോട്ടി ആയി തീർന്നു. പിന്നെ ശ്രീല പ്രഭുപാദന്റെ സെക്രട്ടറി ആകുന്നു. അതിനുശേഷം ഹിസ് ഹോളിനസ് ഗോപാലകൃഷ്ണ ഗോസ്വാമിനെ ശ്രീല പ്രഭുപാദ് ഒരു ചുമതല, അതായത് ഒരു ചുമതല ഏർപ്പെടുത്തി കൊടുത്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീല പ്രഭുപാദന്റെ പുസ്തക വിതരണം വളരെ കുറവായിരുന്നു. ആയതുകൊണ്ട് ശ്രീല പ്രഭുപാദ് ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജിനോട് പറഞ്ഞു, നീ പോയിട്ട് ഇന്ത്യയിൽ പോയിട്ട് എന്റെ പുസ്തക വിതരണത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹിസ് ഹോളിനസ് ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജ് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു. BBTയുടെ ചെയർമാൻ ആകുന്നു. അദ്ദേഹം പ്രഭുപാദന്റെ പുസ്തകങ്ങളെല്ലാം വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പുസ്തക വിതരണം വളരെ കൂടുതലാക്കി തീർത്തു. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ വർഷത്തിലും നമുക്ക് ഡിസംബർ മാസം പുസ്തക വിതരണം, അതായത് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ മാരത്തോൺ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നമ്മളാൽ കഴിയുന്ന അത്രയും പുസ്തകങ്ങൾ നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. നമ്മളൊക്കെ പ്രീച്ച് ചെയ്തിട്ട് ആളുകളെ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ശ്രീല പ്രഭുപാദിന്റെ ഒരു പുസ്തകം ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് ആ വ്യക്തി തീർച്ചയായിട്ടും ഒരു ഭക്തനായിത്തീരും, സംശയമില്ല. അത് ആചാര്യന്റെ കഴിവാണ്. ശ്രീല പ്രഭുപാദ് നമ്മുടെ സംസ്ഥാപകാചാര്യനാണ്, നമ്മുടെ സംഘടനയുടെ സംസ്ഥാപകാചാര്യനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും നമ്മള് ബ്രഹ്മമാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ളവരാണ്. പക്ഷെ അവിടെ നിന്നും അവരെല്ലാവരും, അതായത് ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തില് ഒരുപാട് ആചാര്യന്മാരുണ്ട്. അതായത് ഇപ്പൊ കൂടെ ഒരുപാട് സന്യാസികളുണ്ട്. അവര് സാധാരണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഭജനാനന്ദികളാണ് കൂടുതലും. അതായത് കൂടുതൽ സമയവും അതായത് മറ്റുള്ളവർക്ക് ഹരിനാമം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തയില്ലെങ്കിലും അവര് സ്വയമായിട്ട് ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് ആഹ്ലാദിച്ചു കൊണ്ടിരിക്കും.
പക്ഷെ പ്രഭുപാദൻ ഇതെല്ലാം ആഗ്രഹിച്ചത്. പ്രഭുപാദനോട് അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഉപദേശം അവിടെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ശൈല പ്രഭുപാദനോടും പറഞ്ഞു കൊടുത്തു. ജാരേ ദേക്കോ താരേ കഹോ കൃഷ്ണ ഉപദേശം. എവിടെ പോയാലും എന്ത് ചെയ്താലും ഭഗവാന്റെ ഉപദേശം എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. അത് മാത്രമല്ല, എന്റെ പുസ്തകങ്ങളെല്ലാം നീ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിലുള്ളവരെ, അതായത് ഇംഗ്ലീഷുകാരെ ഭക്തന്മാരാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ കൊടുത്തു. അതിന്റെ ഫലമായിട്ടാണ് ശ്രീല പ്രഭുപാദ് 40 രൂപ വെച്ചിട്ട് അമേരിക്കയിലേക്ക് പോയത്. അത് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ കൃപ മൂലമാണ് സാധിച്ചത്. അപ്പോ നമ്മൾ ഭക്തന്മാരാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഉത്തമ ഭക്തി ചെയ്യാൻ ശ്രമിക്കണം. ശ്രീമദ് ഭാഗവതം 6-ാമത്തെ സ്കന്ധത്തില് നമുക്ക് കാണാൻ സാധിക്കും, ചിത്രകേതു എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ ചിത്രകേതു എന്ന് പറഞ്ഞ രാജാവിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. നല്ല ഭക്തനാണ് കേട്ടോ. അതായത് എല്ലാവരെയും നന്നായി സ്വീകരിക്കുന്ന കൂട്ടത്തിലാണ്. ആചാര്യന്മാർ, അതായത് നാരദമുനി മാതിരിയുള്ള ഋഷിമാരെല്ലാം വരുമ്പോൾ അവരെ നന്നായിട്ട് ശ്രദ്ധിക്കും. ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. ഭഗവാനെ കുറിച്ചിട്ട് നല്ല അറിവുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കളങ്കം ഒരു വിഷമം ഉണ്ടായിരുന്നു. കളങ്കമല്ല, വിഷമം ഉണ്ടായിരുന്നു, ഈ മക്കളില്ലല്ലോ എന്ന്. അപ്പൊ ഈ കാര്യം അദ്ദേഹം നാരദമുനിയെ അറിയിക്കുന്നുണ്ട്. നാരദരെ, എനിക്ക് മക്കളില്ല. അപ്പോ നാരദമുനി അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഇപ്പൊ മക്കളില്ല എന്നുള്ളൊരു ദുഃഖം മാത്രമല്ലേ ഉള്ളൂ, അതങ്ങോട്ട് സഹിച്ചൂടെ? എന്തിനാ വിഷമിക്കണം? അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഭഗവാനെ കുറിച്ച് ആലോചിച്ചൂടെ? അത് പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അങ്ങനെ ഒരു ആഗ്രഹം. അതായത് നമ്മുടെ ഉദകക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ അവസാന ലാസ്റ്റ് റിച്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു മകൻ ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് മക്കൾ ഉണ്ടാവണം. ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ നാരദരോട് പറയുകയാണ്, എനിക്കൊരു മകൻ വേണമെന്ന്. നാരദർ പറഞ്ഞു, അത് നിനക്ക് ദുഃഖം തരും, കുഴപ്പമില്ല, ഞാൻ ദുഃഖിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു മകൻ പിറന്നു. പക്ഷെ ആ കുട്ടീനെ ഒരു രാജാവിന് ഒരുപാട് പത്നിമാരുണ്ടായിരിക്കും. അതില് ഒരാള് മഹാറാണിയായിരിക്കും, ബാക്കിയുള്ളവരെല്ലാം അവർക്ക് കീഴെയായിരിക്കും. ഈ സ്ത്രീയോടായിരിക്കും രാജാവിന് കൂടുതൽ താല്പര്യം. അപ്പൊ ചിത്രകേതുവിന് മകൻ പിറന്നപ്പോഴ് ആ രാജ്ഞിയോട് ഇദ്ദേഹത്തിന് വലിയായിട്ടുള്ള കടപ്പാടുണ്ടായി, സ്നേഹം കൂടി. മറ്റു ഭാര്യമാരെ അദ്ദേഹം ശ്രദ്ധിക്കാതെയായി. മറ്റു ഭാര്യമാരെന്താണ് ചെയ്തത്? ചിത്രകേതുവിന്റെ ഈ കുട്ടിക്ക് മറ്റു ഭാര്യമാരെല്ലാവരും ചേർന്നിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് ഈ കുട്ടിക്ക് വിഷം കൊടുത്ത് ഈ കുട്ടീനെ കൊല്ലുകയാണ്, അസൂയപ്പെട്ടുകൊണ്ട്. ഈ അസൂയപ്പുള്ളതല്ല കേട്ടോ, അസൂയ പണ്ട് മുതലേ ഉണ്ട്. പണ്ട് മുതലേ അസൂയുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് രാമായണത്തില് രാമൻ രാജാവുമ്പോൾ കാണാൻ സഹിക്കാൻ വയ്യാതെ മന്ദര പോയിട്ട് ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ ഈ അസൂയ പണ്ട് മുതലേ ഉണ്ട്, ഇപ്പൊ ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ ചിത്രകേതുവിന്റെ ആ കുട്ടി മരിച്ചു പോകുമ്പോൾ ചിത്രകേതു ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഭഗവാനെ വിളിക്കുന്നുണ്ട്. ഭഗവാനെ, എനിക്ക് എന്തിനാ ദുഃഖം തന്നത്? എന്താണ് ഞാൻ ചെയ്തത്? ഞാൻ ഭക്തനല്ലേ, അതല്ലേ, ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അവിടെ നാരദർ വരുന്നുണ്ട്. നാരദർ പറഞ്ഞു, ഞാൻ അപ്പളേ പറഞ്ഞതാണെന്ന് ദുഃഖിക്കും. നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നീ ആരാണ്? നമുക്ക് എന്ത് കണക്ഷൻ ഉണ്ടെങ്കിലും 2-ാമത്തെ അധ്യായത്തില് ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്, നമ്മള് ശരീരമല്ല, ആത്മാവാണ്. നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ അടുത്ത ശരീരം തേടി പോകുന്നുണ്ട്. മൈഗ്രേഷൻ എന്ന് പറയും അതിന്.
നമ്മുടെ കർമാനുസരണം അടുത്ത ശരീരം സ്വീകരിക്കും നമ്മള്. പക്ഷെ ഭക്തന്മാര് ഈ അടുത്ത ശരീരം സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് ഭഗവാന്റെ, അതായത് അവർക്ക് സ്വരൂപസിദ്ധി സ്വീകരിച്ചുകൊണ്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടാനാണ് താല്പര്യം. അവർ അതിനു വേണ്ടിയിട്ടേ പരിശ്രമിക്കുള്ളൂ. അപ്പൊ ഇവിടെ ചിത്രകേതുവിന് വളരെയധികം വിഷമുണ്ടായി. ചിത്രകേതു ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാല് സൗത്തമ ശ്ലോക പാദാബ്ജ വിസ്തരം പ്രേമാസുലേശേ ഉപമേഹയാൻമുഹു പ്രേമോപരുദ്ധ കിലവർണ്ണ നിർഗ്രമോ പ്രേമോപരുദ്ധ കിലവർണ്ണ നിർഗമോ നൈവാശകത്നം പ്രസമാദിതം ചിരം. അതായത് ചിത്രകേതു ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കുന്നു നോക്കിക്കൊള്ളട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്ന കാര്യങ്ങൾ. നയനം ഗളതശ്രുതാരയാ വദനം ഗദ്ഗദാരുദയാ പുളകൈർനിചിതം ബഭൂകഥാ തവനാമഗ്രഹണേ ഭവിഷ്യതി. നമ്മൾ ചാണ്ടി ചെയ്യുന്ന സമയത്ത്, നമ്മുടെ നാമജപം ചെയ്യുന്ന സമയത്ത് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകണം. അതാണ് ഒരു ഉത്തമ ഭക്തന്റെ ലക്ഷണം. എന്ന് കരുതിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഞാനും ഉത്തമ ഭക്തനാണെന്ന് കരുതിയിട്ട് കരയെന്നല്ല പറയണത്, അല്ലെങ്കിൽ കണ്ണുനീർ ധാരയായിട്ട് ഒഴുക്കാനല്ല പറയണത്. ഇത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഈ ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ നമ്മൾ ഭഗവാന്റെ ഹരേ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് വരും. ഓട്ടോമാറ്റിക്കലി വന്നോളും. നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് എൻഡിവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നാമം നന്നായിട്ട് ജപിച്ചാൽ മാത്രം മതി. അപ്പൊ ഇവിടെ ചിത്രകേതു ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് വരുന്നുണ്ട്. ആ കണ്ണുനീർ കൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദത്തിന് എന്ത് ചെയ്യാണ്? അഭിഷേകം ചെയ്യണമെന്നാ പറയണേ. അദ്ദേഹത്തിന് സംസാരിക്കാനേ സാധിക്കുന്നില്ല. നയനം ഗളതശ്രുതാരയ വതനം കക്കതാരുത്തയാകിര. ചൈതന്യ മഹാപ്രഭു പറഞ്ഞതുപോലെ വാക്കുകളെ വരുന്നില്ല. അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ വയ്യാതെ നിന്നുപോയി. അതിനുശേഷമാണ്, അതായത് ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോൾ പറയുന്നതാണ് കേട്ടോ അത്, നമുക്കും അങ്ങനെ ആവണം. ഭഗവാന്റെ ദർശനം നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്നും ഭഗവാന്റെ ദർശനം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളത് ഭഗവാനായിട്ട് കാണുന്നില്ല. നമ്മളത് കർത്തവ്യമായിട്ട് 16 നാള് ജപിക്കണമല്ലോ എന്ന് വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ നാമജപം പെർഫെക്റ്റ് ആക്കണം. അതായത് നിങ്ങൾ ഭഗവാനെ കാണുകയാണ് എപ്പോഴും. ആ ഭഗവാനെ കാണുന്ന സമയത്ത് ഭഗവാന്റെ പാതാരബിന്ദങ്ങള് നിങ്ങളുടെ അശ്രുക്കൾ കൊണ്ട്, നിങ്ങളുടെ കണ്ണുനീർ കൊണ്ട് അഭിഷേകം ചെയ്യണം അദ്ദേഹത്തിന്റെ പാതാരബിന്ദങ്ങൾക്ക്. അതിനെ ഉത്തമ ഭക്തി എന്ന് പറയും. എല്ലാവരും ഉത്തമ ഭക്തന്മാരായി തീരട്ടെ. ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു, നമുക്ക് ഭഗവാനെ കാണുമ്പം നമുക്ക് എപ്പോഴും സന്തോഷമല്ലേ വരുന്നേ? അപ്പോഴേ ഈ ഭഗവാൻ കാണുമ്പോഴുള്ള സന്തോഷാശ്രുവാണോ പൂജ ചെയ്യേണ്ടത്? ഇപ്പം ചിലവര് വിഷമങ്ങളൊക്കെ വരുമ്പം ആ കണ്ണുനീര് വരും. അപ്പം സന്തോഷാശ്രുക്കളാണോ കൂടുതൽ വരണ്ടേ, വിഷമാശ്രുക്കളാണോ കൂടുതൽ വരണ്ടേ? ഭഗവാനെ കാണുമ്പോൾ സന്തോഷത്തിന്റെ അശ്രുക്കൾ മാത്രമേ വരാൻ പാടുള്ളൂ. ദുഃഖം അവിടെ ഉണ്ടാവില്ല. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനോട് നമുക്ക് അത്രയും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഭഗവാനെ കാണണം. ഭഗവാനെ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് ആ അശ്രുക്കളാണ് വരുന്നത്. അവിടെ ദുഃഖം ഉണ്ടാവില്ല ആ വ്യക്തിക്ക്. അത് പ്രഭു നമ്മുടെ കാര്യം, പ്രഭു നമ്മുടെ കാര്യമാണ് പറയുന്ന പ്രഭു, അല്ലാതെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്ന പ്രഭു. മാതാജി, നമുക്ക്
മറ്റുള്ളവരൊന്നും അവർക്കൊന്നും ഒരിക്കലും ഈ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ കണ്ണിൽ നിന്നും കണ്ണുനീരൊന്നും വരില്ല. ദുഃഖങ്ങൾ പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഭഗവാനോട് തീർച്ചയായിട്ടും ദുഃഖങ്ങൾ, കരഞ്ഞുകൊണ്ട് ദുഃഖങ്ങളൊക്കെ പറയാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭക്തന്മാര് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാനെ കാണുമ്പോൾ അവര് ആ സംസ്കൃതങ്ങൾ കൊണ്ടാണ് ഭഗവാന്റെ പാതാരബിന്ദങ്ങള് എന്ത് ചെയ്യേണ്ടത്, അഭിഷേകം ചെയ്യേണ്ടത്. നേരെ മറിച്ച് സാധാരണ ആളുകൾ അവർ ഭക്തന്മാരുടെ ലിസ്റ്റിൽ പെടുന്നില്ല. ഈ ഭക്തന്മാരല്ലാത്തവർക്ക് ഭഗവാനെ കാണാനും പറ്റില്ല. അത് വേറൊരു കാര്യം. അപ്പൊ ആ ചോദ്യത്തിന് ഒരു ഉത്തരവും ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ. പ്രഭു, അവർക്ക് ഭഗവാനെ നമുക്ക് അവരെ അർപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവർക്ക് ഈ ദുഃഖങ്ങൾ കൊണ്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പൊ ആ ദുഃഖ കണ്ണുനീര് ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ഭഗവാനിലേക്ക് അവർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് വല്ല പ്രശ്നം ഉണ്ടാവോ? ഒരു പ്രശ്നവുമില്ല മാതാജി. ഭക്തി ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അവർക്ക് ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു തെറ്റുമില്ല, അവർ ചെയ്തോട്ട്. അതല്ല പ്രഭു, അവരാദ്യം ഭഗവാനെ നീ എനിക്ക് എന്തിനീ ദുഃഖം തന്നു എന്ന് പറഞ്ഞാണ് അവരെ കണ്ണുനീരൊഴിപ്പിച്ച് ഭഗവാനിൽ സമർപ്പിച്ച് പിന്നീട് പതുക്കെ പതുക്കെ അവര് അങ്ങനെ ആവുള്ളൂ. അപ്പൊ ഈ ആദ്യം നമ്മള് ഭഗവാന് ദുഃഖം തന്നു, നീ എന്തിനീ ചെയ്ത് എനിക്ക് തന്നു എന്നൊക്കെ ചോദിച്ചാണ് ഭഗവാനോട് തുടങ്ങുന്നതെങ്കിൽ അത് ദോഷമായിട്ട് പിന്നീട് വരുമോ പ്രഭു? അങ്ങനെ ഒന്നും വരുന്നില്ല മാതാജി. തീർച്ചയായിട്ടും നമ്മള് ഒരു ദിവസം പെർഫെക്ഷൻ കിട്ടില്ല നമുക്ക്. ഭഗവാൻ പ്രത്യേകിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, 4 വിധത്തില് ചതുർവിധ ഭജന്തേമാം ജനാ സുഹൃത്തിനോർജുന ആർത്തോർ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീച്ച പ്രദർശപ. 4 തരത്തിൽപ്പെട്ട ആളുകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ആർത്തന്മാര്, ആർത്തോ ജിജ്ഞാസുക്കള്, ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. ആർത്തോ അർത്ഥാർത്ഥി ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീച്ച പരദർശപ. ജ്ഞാനികൾ വരുന്നുണ്ട്. ഈ 4 പേരും വരുന്നത് കഷ്ടങ്ങൾ വെച്ചുകൊണ്ടാണ്. പക്ഷേ ഗ്രാജുവലി അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ട് അവര് ഉത്തമ ഭക്തന്മാരായി തീരുന്നു. ധ്രുവ മഹാരാജ് അദ്ദേഹം വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മുതുമുത്തച്ഛനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള രാജ്യം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷെ ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോൾ അദ്ദേഹം അതെല്ലാം മറന്നു. അദ്ദേഹം പറയുന്നത്, ഞാന് ചില്ല് കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷെ എന്റെ കയ്യില് ഡയമണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോ ഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രാജുവലി അവർക്ക് പ്രോഗ്രസ് ഉണ്ടാവും. അവർ ഉത്തമ ഭക്തന്മാരായി തീർന്നോളൂ. അതിന് തെറ്റൊന്നുമില്ല. ക്ലിയർ ആയോ മാതാജി? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. പ്രഭു. സംശയമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പ്രഭുജിയുടെ ഫാമിലിയോട് ആദരപൂർവ്വം നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ 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 രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മള് സൺഡേ പ്രോഗ്രാമിന് നമ്മള് പല ഭക്തജനങ്ങളുടെയും കരുണ കൊണ്ടാണ് ഈ സൺഡേ പ്രോഗ്രാം ഇങ്ങനെ പോകുന്നത്. പല ആൾക്കാരും ഇങ്ങനെ പ്രോമിസ് ചെയ്തിരുന്നു എന്നാല് ചെറിയ ഒരു 1% തരാൻ സാധിക്കുമെന്ന്. അതൊക്കെ മാക്സിമം തരാൻ പറ്റുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൺഡേ പ്രോഗ്രാം ഇങ്ങനെ മുടങ്ങാതെ നമുക്ക് മുമ്പോട്ട് നടത്തി പോവാം. ഒരു 10-ാം തീയതിക്കുള്ളിൽ ആ ലിസ്റ്റിന് പ്രകാരം തന്നാലേ ഞാൻ ആ ലിസ്റ്റ് ജഗസാക്ഷി പ്രഭുവിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അതുകൂടെ എല്ലാവരും ഓർത്തുകൊള്ളുക. പഞ്ചകൽപതരുപേക്ഷ കൃപാ സിന്ധുഭ്യേവ പതിദാനാം അനേകോടി വൈഷ്ണവൃന്ദ ഹരിനാമ സങ്കീർത്തന യജ്ഞ ഹരേ കൃഷ്ണ മഹാമന്ത്രിക്ക് ശില പ്രഭുപാദയ്ക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. വെള്ളിയാഴ്ച പ്രഭുപാദ ആശയ ഭക്തി പ്രവേശക എന്നുള്ള ആ കോഴ്സിൽ വരേണ്ടവര് മറക്കരുത്, എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഇന്ന് 7:30 മുമ്പേ 7:15 തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.